അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള 5th മോഡ്യൂളിനകത്ത് ഫയൽ സിസ്റ്റമാണ്. അപ്പോൾ ഫയൽ സിസ്റ്റം നിങ്ങൾ ഓൾറെഡി അസൈൻമെൻറ്റ് കുറച്ച് ടോപ്പിക്സ് എഴുതിയതാണ് ഫയൽ സിസ്റ്റത്തിൻ്റെ കീഴിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുകയാണ്. അപ്പോൾ ഫയൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദി സെക്കൻഡറി സ്റ്റോറേജ്. പിന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഫയൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോഗ്രാം ഫയൽസ് ഉണ്ടാവും, ഡേറ്റ ഫയൽസും ഉണ്ടാവും. പിന്നെ ഇൻ ജനറൽ എ ഫയൽ ഈസ് എ സീക്വൻസ് ഓഫ് ബിറ്റ്സ്, ബൈറ്റ്സ്, ലൈൻസ് ഓർ റെക്കോർഡ്സ് ഹൂസ് മീനിങ് ഇസ് ഡിഫൈൻഡ് ബൈ ദി ഫയൽസ് ക്രിയേറ്റർ ഓർ യൂസർ. ഓക്കെ, ഇനി ഒരു ഫയലിന് നമുക്കൊരു structure a file has a certain defined structure and it depends on its type. അതായത് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയൽ ആണെങ്കിൽ it is actually a sequence of characters organized into lines or possibly pages. ഒരു സോഴ്സ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് ഫയൽ ആണെങ്കിൽ it is actually a collection of functions, each of which is organized as declarations followed by executable statements. അഥവാ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ആണെങ്കിൽ it is actually a series of code sections that the loader can bring into memory and execute. അപ്പം depending on the type we can have a file can have a defined structure. പിന്നീട് അടുത്തത് ഫയൽ ആട്രിബ്യൂട്ട്സ്. ഫയൽ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാകും. ആ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നെയിം, ഐഡൻറ്റിഫയർ, ടൈപ്പ്, ഇതൊക്കെ കാണാൻ പറ്റും. അതായത് ഒരു ഫയലിൻ്റെ പേരെന്താണ്, അതിന് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് അതാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു യുണീക്ക് ID അതിന് അലോട്ട് ചെയ്ത് കൊടുക്കും. അത് ഫയൽ സിസ്റ്റമാണ് ആ ഫയലിന് അത് കൊടുക്കുന്നത്. അപ്പം ഇറ്റ്സ് നോൺ ഹ്യൂമൻ റീഡബിൾ നെയിം. ഓക്കെ, ദെൻ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് ഫയലാണത്, പിന്നെ സെക്കൻഡറി ഡിവൈസിൽ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ലൊക്കേഷൻ, അതിൻ്റെ സൈസ് എത്രയാണ്, പിന്നെ പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും ഏതൊക്കെ ആക്സസ് റൈറ്റ്സ് ആണ് നമുക്ക് ഈ ഫയൽസിന് കൊടുത്തിരിക്കുന്നത്, അതാണ് ആ പ്രൊട്ടക്ഷനകത്ത് കീഴിൽ പറയുന്നത്. പിന്നെ ടൈം, ഏത് ടൈം ലാസ്റ്റ് എപ്പോൾ യൂസ് ചെയ്തു, ക്രിയേഷൻ ഡേറ്റ്, ഏത് യൂസറാണ് യൂസ് ചെയ്തത്, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിനകത്തൊരു ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാവോ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫയൽ ആട്രിബ്യൂട്ട്സിനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയതാണ്. പിന്നെ അടുത്തത് ഫയൽ ഓപ്പറേഷൻസ്. ഫയൽ ഓപ്പറേഷൻസിനകത്ത് പറയുന്നത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ഒരു ഫയലിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും OS can provide system calls to create, write, read, deposition, delete and truncate files. അപ്പോൾ ഒരു ഫയൽ creating a file means a file is created with no data. Then writing a file. അപ്പോൾ ശരിക്കും ഒരു ഫയൽ റൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ ഒരു സിസ്റ്റം, അതായത് in order to write a file we must first make a system call specifying both the name of the file and the information to be returned to that file. ഓക്കെ, അപ്പം അങ്ങനെ ആദ്യമേ പേര് കൊടുക്കുമ്പോൾ, ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോഴേക്കും അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെർച്ചസ് ദി ഡയറക്ടറി. അതായത് ശരിക്കും ഡയറക്ടറി എന്ന് പറയുന്നത് എന്താണ്, ഒരു കളക്ഷൻ ഓഫ് ഫയൽസ്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഫോൾഡർ എന്ന് പറയുന്നത്, ആ ഫോൾഡർ പറയുന്നതിന് സിമിലറാണ് ഇവിടെ ഡയറക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗിവൺ ദ ഫയൽ നെയിം ദ സിസ്റ്റം സെർച്ചസ് ദി ഡയറക്ടറി ടു ഫൈൻഡ് ദി ഫയൽസ് ലൊക്കേഷൻ. അപ്പോൾ ദ സിസ്റ്റം മസ്റ്റ് കീപ്പ് റൈറ്റ് പോയിൻ്റർ. അതായത് ഇപ്പോൾ നമുക്ക് എന്താണ് അവസാനമായിട്ട് ആ ഫയലിൽ എവിടം വരെയാണോ റൈറ്റ് ചെയ്ത് അത് കാണിക്കാനായിട്ട് റൈറ്റ് പോയിൻ്റർ system keep in. The system must keep a right pointer to the location in the file where the next write is to take place, and the right pointer must be updated whenever a write occurs. അപ്പോൾ ഒരിക്കൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫയൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് പോയിൻ്റർ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്റിംഗ് ഓഫ് ഫയൽ എന്ന് പറയുന്ന ഓപ്പറേഷനകത്ത് നടക്കുന്ന കാര്യം. ഇനി അടുത്ത റീഡിംഗ് ഓഫ് ഫയൽ. അപ്പോൾ ആ ഓപ്പറേഷനകത്തും ഫസ്റ്റ് വി നീഡ് ടു സ്പെസിഫൈ ദ നെയിം ഓഫ് ദ ഫയൽ ടു ബി റെഡ് ആൻഡ് where in the and where in memory the next block of the file should be put. Actually the file should be read. അപ്പോൾ അതൊരു റീഡ് ഓർ റൈറ്റ് പോയിൻ്റർ. ശരിക്കും നമ്മൾ റൈറ്റ് പോയിൻ്റർ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നമ്മൾ റീഡിങ്ങിനും നമ്മളൊരു റീഡ് ഓർ റൈറ്റ് പോയിൻ്റർ എന്നാണ് നമ്മൾ ആ പോയിൻ്ററിനെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു read from a file, we use a system call that specifies the name of the file and where the next block of the file should be read. Okay, now the directory search for the associated entry, and the system needs to keep a read pointer to the location in the file where the next read is to takes place. But once the read has taken place, the read pointer is updated. അപ്പോൾ ഒരിക്കൽ നമുക്ക് ഈ ഫയൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ
the read pointer gets updated. അതായത് ഇനി എവിടെ നിന്നിട്ടാണോ റീഡ് ചെയ്യാനുള്ള ആ പോയിന്റ് തൊട്ടായിരിക്കും റീഡ് പോയിന്റർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റീഡിങ് എ ഫയലിൻ്റെ കാര്യം. പിന്നീട് റീപൊസിഷനിങ് ഓഫ് വിത്തിൻ എ ഫയൽ. റീപൊസിഷനിങ് വിത്തിൻ എ ഫയൽ എന്ന് വെച്ചാൽ ഇപ്പം ദ കറൻറ്റ് ഫയൽ പൊസിഷൻ പോയിൻ്റർ ഈസ് റീപൊസിഷൻ ടു എ ഗിവൻ വാല്യൂ. ഇപ്പം നമുക്ക് ഫയലിനകത്ത് ഒരു പോയിൻറ്റേഴ്സ് കാണും. അപ്പോൾ ആ പോയിൻറ്ററിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ഇന്ന ലൈനിലോട്ട് പോകണം അല്ലെങ്കിൽ ഇത്രാമത്തെ ക്യാരക്ടറിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് റീപൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓപ്പറേഷനെയാണ് നമ്മൾ റീപൊസിഷനിങ് വിത്തിൻ എ ഫയൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫയൽ സീക്ക് ആൻഡ് ദിസ് റീപൊസിഷനിങ് ഈസ് യൂസ് ഫോർ റാൻഡം ആക്സസ്. പിന്നെ അടുത്ത ഡിലീറ്റിംഗ് എ ഫയൽ. സോ ഇൻ ഓർഡർ ടു ഡിലീറ്റ് എ ഫയൽ we search the directory for the file name and having found the associated directory entry, we release all the file space. അപ്പം ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റയർ കണ്ടൻസ് ആ ഫയലിനെ അസോഷ്യേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമല്ല അത് അലോക്കേറ്റ് ചെയ്ത സ്പേസ് എല്ലാം റിലീസ് ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ബൈ അതർ ഫയൽസ് ആൻഡ് other files and we need to erase other files യൂസ് ചെയ്യാൻ പറ്റുന്ന വി ഇറേസ് ഡയറക്ടറി എൻട്രി മാത്രം. ഡയറക്ടറി എൻട്രിയിൽ നിന്ന് തന്നെ നമ്മളെടുത്ത് കളയുമ്പോഴേക്കും ആ ഫയലിനെ അസോഷ്യേറ്റ് ചെയ്തിട്ടുള്ള സ്പേസ് സെക്കൻഡറി സ്റ്റോറേജ് തന്നെ അസോഷ്യേറ്റ് ചെയ്തിട്ടുള്ള സ്പേസ് എല്ലാം റിലീസാവും. ഓക്കെ, ഇനി അടുത്തത് ട്രങ്കേറ്റിംഗ് എ ഫയൽ. ട്രങ്കേറ്റിംഗ് എ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയലിൻ്റെ കണ്ടൻസിനെ മാത്രമാണ് നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്നത്. വി ആർ നോട്ട് നമ്മൾ ആ ഫയലിനെ അസോഷ്യേറ്റ് ചെയ്ത ആട്രിബ്യൂട്ട്സിനെ ഒന്നും കളയുന്നില്ല, പക്ഷേ ആ കണ്ടൻസിനെ മാത്രമാണ് നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രങ്കേറ്റിംഗ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറേ ഓപ്പറേഷൻസ് പഠിച്ചു അല്ലേ? അതായത് ക്രിയേറ്റിംഗ് എ ഫയൽ, റൈറ്റിംഗ് എ ഫയൽ, റീഡിങ്, റീപൊസിഷനിങ്, ഡിലീറ്റിംഗ് ആൻഡ് ട്രങ്കേറ്റിംഗ്. അപ്പം ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ആ ഫയൽ ഓപ്പൺ ചെയ്യണം അല്ലേ? ഫയൽ ഓപ്പൺ ചെയ്ത് മാത്രമേ നമ്മൾ ഫയലിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം മെനി സിസ്റ്റംസ് റിക്വയർ ദാറ്റ് ഓപ്പറേഷൻ കോൾ ബി മെയ്ഡ് ബിഫോർ എ ഫയൽ ഇസ് ഫസ്റ്റ് യൂസ്ഡ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇറ്റ് മെയിൻറ്റെയിൻസ് എ ടേബിൾ കോൾഡ് ഓപ്പൺ ഫയൽ ടേബിൾ കണ്ടെയ്നിങ് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ഓപ്പൺ ഫയൽസ്. ഇപ്പം ഓപ്പൺ ഫയൽ ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ്പ് ചെയ്യും. അതിനകത്ത് എന്താണുള്ളതെന്ന് വെച്ചാൽ കറൻ്റ്ലി സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ ഫയൽസ് ഓപ്പൺഡ് ആയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഓപ്പൺ ഫയൽ ടേബിളിൽ നിന്ന് കാണാം. ശരിക്കും ഓപ്പൺ ഫയൽ ടേബിൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ രണ്ട് ടേബിൾസ് ആയിട്ടാണ് നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ടിപ്പിക്കലി ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസസ് 2 ലെവൽസ് ഓഫ് ഇൻറ്റേർണൽ ടേബിൾസ്. ഒന്നെന്ന് പറയുന്നത് പെർ പ്രോസസ് ടേബിൾ, അതായത് ഓരോ പ്രോസസ്സിനും അസോഷ്യേറ്റ് ചെയ്ത് ഓരോ പ്രോസസ്സിനും ഒരുപാട് ഫയൽസ് യൂസ് ചെയ്തായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ പ്രോസസ്സിനും അസോഷ്യേറ്റ് ചെയ്തൊരു ഓപ്പൺ ഫയൽ ടേബിൾ കാണും. പിന്നെ ഒരു സിസ്റ്റം വൈഡ് ടേബിൾ, അതായത് എൻ്റെ സിസ്റ്റത്തിൽ ഏതൊക്കെ ഫയൽസ് ഓപ്പൺ ആണോ അതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സിസ്റ്റം വൈഡ് ടേബിളും കാണും. ഓക്കെ, അപ്പോൾ പെർ പ്രോസസ് ടേബിൾ മീൻസ് അത് പെർ പ്രോസസ് ടേബിൾ ട്രാക്സ് ഓൾ ദി ഫയൽസ് ദാറ്റ് എ process has opened and this table is storing the information regarding processes use of the file. The current file pointer for each file is found here. Access rights of the file and account information can also be included. പിന്നെ അടുത്തത് system wide file. Each entry in the per process table in turn points into a system wide table. അത് ഒബ്വിയസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സ് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ സിസ്റ്റം വൈഡ് ടേബിളിനകത്തും അതിൻ്റെ എൻട്രി ഉണ്ടായിരിക്കണം. കാരണം ഒരു സിസ്റ്റത്തിനകത്താണ് നമുക്ക് ഈ പ്രോസസ്സ് എല്ലാം റൺ ആവുന്നത്. അപ്പം ഒരു പ്രോസസ്സ് ഒരു ഫയലിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ എൻട്രി നമ്മുടെ സിസ്റ്റം വൈഡ് ഓപ്പൺ ഫയൽ ടേബിളിനകത്തും വരണം. The system wide table contains process independent ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് പ്രോസസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പെർ പ്രോസസ് ടേബിളിനകത്ത് വരുന്നത്. പ്രോസസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ഫയലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് സിസ്റ്റം വൈഡ് ടേബിളിനകത്ത് വരുന്നത്. സച്ച് ആസ് ലൊക്കേഷൻ ഓഫ് ദ ഫയൽ ഓൺ ദ ഡിസ്ക്, ആക്സസ് ഡേറ്റ്സ്, ഫയൽ സൈസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, നൗ so once a file has been opened by one process, the system-wide table includes an entry for the file. Okay, then typically the open file table also has an open count associated with each file to indicate how many processes have the
ഫയൽ ഓപ്പൺ. അതായത് ഒരു ഫയലിനെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളൊരു കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ കൗണ്ട് നമ്മൾ ഓരോ ഫയലിനെ അസോഷ്യേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ടു ഇൻഡിക്കേറ്റ് ഹൗ മെനി പ്രോസസ് ഹാവ് ദ ഫയൽ ഓപ്പൺ. ഓക്കെ, ഇനി കുറച്ച് കാര്യം ഇതൊക്കെ നിങ്ങൾ ഇത് എഴുതിയതാണ്, അസൈൻമെൻറ്റ് എഴുതിയതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ദ ഇൻഫർമേഷൻസ് അസോഷ്യേറ്റഡ് വിത്ത് ആൻ ഓപ്പൺ ഫയൽ. അതായത് ഒരു ഫയൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ ആ ഫയലിനെ അസോഷ്യേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ആയിരിക്കും പൊതുവേ കാണുന്നതെന്നുള്ളത്. അപ്പോൾ അത് ഫയൽ പോയിൻ്റ് കാണും. അതായത് ദ ലാസ്റ്റ് റീഡ് ഓർ റൈറ്റ് ലൊക്കേഷൻ ഇൻ എ ഫയൽ വിൽ ബി പോയിൻറ്റഡ് ബൈ ദി കറൻറ്റ് ഫയൽ പൊസിഷൻ. ഓക്കെ, പിന്നെ ഫയൽ ഓപ്പൺ കൗണ്ട് കാണും. ഫയൽ ഓപ്പൺ കൗണ്ട് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അതായത് ഈ കറൻറ്റ് ഫയലിൽ ഏതൊക്കെ പ്രോസസ്സുകളാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അപ്പം ആ നമ്പർ ഓഫ് പ്രോസസ്സ് എത്ര പ്രോസസ്സുകളാണെന്നുള്ള കൗണ്ട് കീപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫയൽ ഓപ്പൺ കൗണ്ട് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ക് ലൊക്കേഷൻ ഓഫ് ദ ഫയൽ, അതായത് സെക്കൻഡറി സ്റ്റോറേജിൽ ഈ ഫയൽ എവിടെയാണ്, ദ ലൊക്കേഷൻ വേർ ഇറ്റ് ഇസ് റിസൈഡിങ് എന്നുള്ളത്. പിന്നെ ആക്സസ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബേസിക്കലി ഒരു ഫയലിനെ അസോഷ്യേറ്റ് ചെയ്തിട്ടുള്ള ആക്സസ് റൈറ്റ്സ് ഏതൊക്കെയാണ്? റീഡ് ഒരു ആക്സസ് റൈറ്റാണ്, റൈറ്റ് ഒരു ആക്സസ് റൈറ്റാണ്, എക്സിക്യൂട്ട് ഒരു ആക്സസ് റൈറ്റാണ്. അപ്പം ഏത് ആക്സസ് മോഡിലാണ് നമ്മൾ പെർട്ടിക്കുലർ ഫയലിനെ ഒരു പ്രോസസ്സ് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒരു ഓപ്പൺ ഫയലിൻ്റെ കൂടെ അസോഷ്യേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷനാണ്. ഓക്കെ, പിന്നെ ഫയൽ ടൈപ്സ് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ, നിങ്ങൾക്ക് വായിച്ചു പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നോക്കാനുള്ളത് ഫയൽ ആക്സസ് മെത്തേഡ്സ് ആണ്. അപ്പം നമുക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is actually a collection of related information. So when it is used, this information must be accessed and read into computer memory. അപ്പോൾ ഇതിനെ ആക്സസ് ചെയ്യാൻ, ഈ ഫയലിനെ ആക്സസ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ആക്സസും, രണ്ടാമത് ഡയറക്റ്റ് ആക്സസും. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പ് ഓഫ് ആക്സസ് ആണ്, ഫയൽ ആക്സസ് മെത്തേഡ്സ് ആണ്. ഒന്ന് സീക്വൻഷ്യൽ ആക്സസും, രണ്ടാമത് ഡയറക്റ്റ് ആക്സസും. അപ്പം അതിൽ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആക്സസ് മെത്തേഡാണ്. അതായത് ദ ഇൻഫർമേഷൻ ദ ഫയൽ ഇസ് പ്രോസസ്ഡ് ഇൻ ഓർഡർ. അതായത് സീക്വൻഷ്യലായിട്ട് ഇപ്പം നമ്മൾ ഫയലിനെ ഒരു കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വൺ റെക്കോർഡ് ആഫ്റ്റർ ദി അതർ, ആദ്യമേ ഫസ്റ്റ് റെക്കോർഡ് ആക്സസ് ചെയ്യും, പിന്നെ സെക്കൻഡ് റെക്കോർഡ്, പിന്നെ തേർഡ് റെക്കോർഡ്, അങ്ങനെ ഒരു സീക്വൻഷ്യലായിട്ടായിരിക്കും നമ്മൾ ഇൻഫർമേഷൻ ദ ഫയലിനെ ആക്സസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഈ സീക്വൻഷ്യൽ ആക്സസ് പൊതുവേ യൂസ് ചെയ്യുന്ന എഡിറ്റേഴ്സും കമ്പൈലേഴ്സുമാണ്. കമ്പൈലേഴ്സ് യൂഷ്വലി ആക്സസ് ഫയൽസ് ഇൻ ദിസ് ഫാഷൻ. അപ്പം അവിടെ റീഡും റൈറ്റും ഓപ്പറേഷൻ അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? സീക്വൻഷ്യൽ, ഇപ്പോൾ കറൻ്റ്ലി റീഡ് പോയിൻ്റർ എവിടെയെങ്കിലും ഫയലിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിട്ട് നിൽക്കുന്നത്, അവിടെ നിന്ന് സീക്വൻഷ്യലായിട്ട് അടുത്ത പോർഷനിലോട്ട് പോവുക. അങ്ങനെയായിരിക്കും റീഡ് പോയിൻ്റർ പോകുന്നത്. റൈറ്റ് പോയിൻ്ററും സിമിലർലി, അതായത് ഡെപ്പൻസ് ടു ദി എൻഡ് ഓഫ് ദ ഫയൽ അഡ്വാൻസസ് ടു ദി എൻഡ് ഓഫ് ദ ന്യൂലി റിട്ടൺ മെറ്റീരിയൽ. റീഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴേക്കും എന്താണ് സംഭവിക്കുക? കറൻ്റ്ലി ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമ്മൾ റീഡ് പോയിൻ്റർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സീക്വൻഷ്യലായിട്ട് റീഡ് ചെയ്ത് എൻറ്റയർ ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് ഏറ്റവും അവസാനം റീഡ് ചെയ്ത് എവിടം വരെയാണ് അവിടം വരെ റീഡ് ഓപ്പറേഷൻ നിൽക്കും. റൈറ്റ് ഓപ്പറേഷനും അതുപോലെ തന്നെ നിൽക്കുന്നത്. അതായത് റൈറ്റ് പോയിൻ്റർ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തൊട്ട് നമുക്ക് എത്ര കണ്ടൻറ്റാണോ റൈറ്റ് ചെയ്യേണ്ടത് അത്രയും കണ്ടൻറ്റ് റൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടുവേഴ്സ് ദി എൻഡിൽ ആയിരിക്കും റൈറ്റ് പോയിൻ്റർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ആക്സസ് ഉള്ളത്. ഇപ്പോൾ സീക്വൻഷ്യൽ ആക്സസ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി അടുത്ത ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ ഡയറക്റ്റ് ആക്സസ് മെത്തേഡിനകത്ത് ഉള്ള അസംഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫയൽ we consider file is divided or it is made up of fixed length logical records അല്ലെങ്കിൽ blocks. ഇപ്പോൾ നമ്മൾ നേരത്തെ അങ്ങനെ ഒരു കൺസെപ്റ്റ് സീക്വൻഷ്യൽ ആക്സസിൽ നമ്മൾ അങ്ങനെ ഒരു ബ്ലോക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഫയൽസിനെ, അങ്ങനെയൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ഡയറക്റ്റ് ആക്സസ് വരുമ്പോഴേക്കും ഈ ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഈ ഡയറക്റ്റ് ആക്സസ് that kind of file access is particularly used when the files are stored in hard disk and all. ഇപ്പോൾ ഹാർഡ് ഡിസ്കിലൊക്കെ നമ്മൾ ഈ ഫയൽസ് കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡയറക്റ്റ് ആക്സസ് യൂസ് ചെയ്ത് ഫയൽസിനെ ആക്സസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഫയൽസ് ആർ കൺസിഡേർഡ് ആസ് എ കളക്ഷൻ ഓഫ് ലോജിക്കൽ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫയൽ എഫ് ഉണ്ടെങ്കിൽ ആ എഫ് ഇസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് എ കളക്ഷൻ ഓഫ് 4 ബ്ലോക്സ് അല്ലെങ്കിൽ 5 ബ്ലോക്സ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് ഒരു നമ്പർ സീക്വൻസും കാണും ഓരോ ബ്ലോക്കിനും. അപ്പം ഈ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റീഡ് ബ്ലോക്ക് നമ്പർ 1, റീഡ് ബ്ലോക്ക് നമ്പർ 4, റീഡ് ബ്ലോക്ക് നമ്പർ 8 ഓർ റൈറ്റ് ഓൺ ബ്ലോക്ക് നമ്പർ 7, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. അതായത് ഡയറക്റ്റ് ആയിട്ട് റാൻഡം ആയിട്ട് നമുക്ക് ബ്ലോക്ക് നമ്പേഴ്സ് പറഞ്ഞ് നമുക്ക് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദി ഓർഡർ ഓഫ് റീഡിംഗ് ഓർ റൈറ്റിംഗ് ഫോർ ഡയറക്റ്റ് ആക്സസ് ഫയൽ. അതായത് സീക്വൻഷ്യൽ ആയിട്ട് തന്നെ നമുക്ക് റീഡിംഗ് ഓപ്പറേഷനും റൈറ്റിംഗ് ഓപ്പറേഷനും നടത്തണമെന്നൊന്നും ഇല്ല ഡയറക്റ്റ് ആക്സസിനകത്ത്. യു ജസ്റ്റ് നീഡ് ടു സ്പെസിഫൈ ദി ബ്ലോക്ക് നമ്പർ, ലോജിക്കൽ ബ്ലോക്ക് നമ്പർ മാത്രം നമ്മളവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് ആക്സസ് യൂഷ്വലി കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഹാർഡ്വെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡേറ്റാ ബേസ് ഓഫൺ ഡയറക്റ്റ് ആക്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റീഡ് ഓപ്പറേഷൻ ഫോർ ഡയറക്റ്റ് ആക്സസ് അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീഡ് ഓഫ് എൻ എന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വെർ എൻ ഇസ് ദ ബ്ലോക്ക് നമ്പർ. സിമിലർലി റൈറ്റ് ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഓഫ് എൻ വേർ എൻ ഇസ് ദി ബ്ലോക്ക് നമ്പർ. പിന്നെ അടുത്തത് വേറെ അതർ ആക്സസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അതർ ആക്സസ് മെത്തേഡ്സ് ശരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ആക്സസ് മെത്തേഡിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് മെത്തേഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് ശരിക്കും അതർ ആക്സസ് മെത്തേഡ്സ് വരുന്നത്. അതായത് നമുക്ക് ഇൻഡെക്സസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇൻഡെക്സ് യൂസ്, അത് ജസ്റ്റ് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇനീഷ്യലി ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലോട്ടും ആ ചാപ്റ്ററിനകത്ത് ഓരോ സെക്ഷൻസിലോട്ടും പോകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഡെക്സ്, ഒരു ഫയലിൽ നമുക്കൊരു ഇൻഡെക്സും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻ ഓർഡർ ടു ഫൈൻഡ് എ റെക്കോർഡ് ഇൻ എ ഫയൽ വി ഫസ്റ്റ് സെർച്ച് ദി ഇൻഡെക്സ്. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യം ഇൻഡെക്സ് നോക്കും, എന്നിട്ട് ആ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ പെർട്ടിക്കുലർ സെക്ഷനിലോട്ട് പോകും. അതുപോലെ തന്നെ ടു ഫൈൻഡ് എ റെക്കോർഡ് ഇൻ ദ ഫയൽ വി ഫസ്റ്റ് search the index and then use the pointer to access the file directly and to find the desired record. അപ്പം വലിയ ലാർജ് ഫയൽസിനൊക്കെ ആണെങ്കിൽ ഇൻഡെക്സ് ഫയൽ തന്നെ വളരെ വലുതാവും. അപ്പം ഇൻഡെക്സ് ഫയലിനെ നമ്മൾ പ്രത്യേകം പിന്നീട് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ദ പ്രൈമറി ഇൻഡെക്സ് ഫയൽ കണ്ടെയ്ൻസ് പോയിന്റർ ടു ദി സെക്കൻഡറി ഇൻഡെക്സ് ഫയൽസ് വിച്ച് ദെൻ പോയിന്റ് ടു ദി ആക്ച്വൽ ഡേറ്റ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫയൽ ആക്സസ് മെത്തേഡ്സിനകത്ത് പഠിക്കാനുള്ളത്. അതായത് സീക്വൻഷ്യൽ ആക്സസ് ഉണ്ട്, ഡയറക്റ്റ് ആക്സസ് ഉണ്ട്, പിന്നെ അതർ ആക്സസ് മെത്തേഡ്സ്. അതർ ആക്സസ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഡയറക്റ്റ് ആക്സസിൻ്റെ ബേസിസിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു സബ്ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് മെത്തേഡ് നമ്മൾ പറയുന്നത്. ഓക്കെ.